അപ്പൊ ഇന്ന് ഞങ്ങൾ നിൽക്കണതുണ്ടല്ലോ നമ്മുടെ ആരിക്കും ആദർശനും നമ്മുടെ കിച്ചുട്ടനും വേണ്ടിയിട്ട് വീട് വെക്കാൻ പോകുന്ന സ്ഥലത്താണ് കേട്ടോ. അവരുടെ കുറ്റിയടിയാണ്. അച്ഛന് വരാൻ പറ്റാത്ത സാഹചര്യം ആയതുകൊണ്ട് അച്ഛനും ഇല്ല, അതുപോലെ തന്നെ റീനമ്മയ്ക്കൊക്കെ വരാൻ പറ്റാത്ത സാഹചര്യം ആയതുകൊണ്ട് അവരും ഇല്ല കേട്ടോ. പിന്നെ ഞങ്ങളും മാളും മാതും കിരനും അമ്മയും ഞങ്ങളുടെ മാമനും ഒക്കെ ആയിട്ട് ഉണ്ടായിരുന്നത്. ഇനിയിപ്പോ മഴയൊക്കെ തുടങ്ങിയോണ്ട് തന്നെ മൊത്തത്തിൽ ലേഖാണ്ടാന്ന് വിചാരിച്ചിട്ടാട്ടോ ഒരു ഫസ്റ്റത്തെ ഡേറ്റ് കിട്ടിയപ്പോ തന്നെ വേഗം ചെയ്തത്. പിന്നെ നല്ല വെയിലാട്ടോ. ഞാനാണെങ്കിൽ കിച്ചുട്ടനെ നമ്മുടെ ഷോളുകൊണ്ട് ഇങ്ങനെ പുതച്ച് മൂടിയിട്ടായിട്ട് ഇട്ടേക്കണത്. ആളാണെങ്കിൽ ഇങ്ങനെ കണ്ണുരുട്ടി നോക്കുന്നുണ്ട്. പിന്നെ വെയിലടിക്കുമ്പോൾ ഇങ്ങനെ കണ്ണിങ്ങനെ ചിമ്മി പോട്ടെ, നല്ല രസമാണെന്ന് കാണാം. അപ്പോൾ അത് കഴിഞ്ഞിട്ടുണ്ടല്ലോ ഞങ്ങൾ ചൂടെടുത്തിട്ട് കാറിൻ്റെ ഉള്ളിൽ കയറിയിട്ട് അതിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ നമ്മുടെ അതും തേജും കൂടി കഴിഞ്ഞത് ഇതാണ് കേട്ടോ അവസ്ഥ. കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ കണ്ടില്ലേ, കണ്ണെഴുതുന്നു, പൊട്ടുതൊടുന്നു, പിരികെഴുതുന്നു, പിന്നെ ഇങ്ങനെ ഉണ്ടാവും കേട്ടോ കുറച്ച് കലാപരിപാടികൾ അവരുടെ. അങ്ങനെ കുറേ കഴിഞ്ഞപ്പോൾ നമ്മൾ അങ്ങനെ ചടങ്ങുകളൊക്കെ തുടങ്ങില്ലേ. അപ്പോൾ ആ ഒരു നേരമാകുമ്പോൾ നമ്മൾ കാറിൻ്റെ പുറത്തേക്ക് ഇറങ്ങും. അങ്ങനെ അതേ പൂജയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ കുറ്റിയടിക്കലും അങ്ങനത്തെ ചടങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുന്നത്. അമ്മയ്ക്ക് ഇത് കഴിഞ്ഞിട്ട് വേണം കേട്ടോ ഞാൻ അച്ഛൻ്റെ അടുത്തേക്ക് പോകണമെങ്കിൽ രാവിലെ ആദർശ് പോയി കൊണ്ടുവരുമായിരുന്നു കേട്ടോ ഈ ചടങ്ങിന് വേണ്ടിയിട്ട്. അങ്ങനെ അപ്പം അവിടെ അച്ഛൻ്റെ അടുത്ത് വെല്ലിച്ചനായിട്ടുള്ളത്. അപ്പം അമ്മ പോയി കഴിഞ്ഞാൽ വെല്ലിച്ചൻ ഇങ്ങോട്ട് പോരുട്ടാ. പിന്നെ ഞാനും അതേട്ടാ വെയിൽ സഹിക്കേണ്ട ഇപ്പതേ നമ്മുടെ ഷോളുകൊണ്ട് തട്ടൊക്കെ ഇട്ടിരുന്നിരുന്നത്. പിന്നെ അതിൻ്റെ ഇടയിൽ കുഞ്ഞിച്ചക്കൻ്റെ ആവശ്യം വരുമ്പോൾ അമ്മതേ കാറിൻ്റെ ഉള്ളിൽ നിന്ന് കൊണ്ടുവരും. ഇത് കുറ്റിയടിക്കാനാട്ടോ അവനെ കൊണ്ടുവരുന്നത്. ഇങ്ങനെ ഈ ഒരു കമ്പല്ല എന്താ പറയുക, ഈ മരത്തിൻ്റെ ഇത് വെച്ചിട്ട് ഇങ്ങനെ അടിച്ചിറക്കില്ലേ, ഇതല്ല കുറ്റിയടി എന്ന് പറയണത്. അപ്പോൾ അതേ ഉണ്ണിയും കൊണ്ടും അടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇതേ കൊടുത്തിട്ടുണ്ടായിരുന്നു. വേഗം തന്നെ വീട് പണിയൊക്കെ കഴിഞ്ഞിട്ട് മൂന്നാൾക്ക് ഹാപ്പി ആയിട്ട് മുന്നോട്ട് അങ്ങോട്ട് ജീവിക്കാൻ പറ്റട്ടെ എന്ന് നമുക്കിങ്ങനെ വിഷ് ചെയ്യാം അല്ലേ. പിന്നെ നമ്മുടെ കിച്ചുട്ടൻ വന്നപ്പോൾ തന്നെ അതേ ലൈഫിൽ കുറേ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അവർക്ക് എന്തായാലും എല്ലാം നല്ല ഭംഗിയായിട്ട് അങ്ങോട്ട് നടക്കട്ടെ കേട്ടോ. രണ്ട് ഫാമിലിയുടെ സപ്പോർട്ടോട് കൂടിയിട്ട് ഇത് അവർ നല്ല ഭംഗിയൊക്കെ ഇത് കുറ്റൊക്കെ അടിച്ച് വീട് പണിയൊക്കെ തുടങ്ങാൻ പോവാണ് കേട്ടോ. അപ്പോൾ എരുമപ്പെട്ടി സൈഡാണ് കേട്ടോ ഒരു വീട് വെക്കണത്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ, നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ബൈ.